ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഇതാ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നേക്കാണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബർഗർ നമ്മൾക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം, ഒരു ഈവനിങ് സ്നാക്കായിട്ട്. അതിനു വേണ്ടി ഞാൻ മേടിച്ചേക്കണ യമീസിൻ്റെ ഫ്രോസൺ ആലു ടിക്കിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ അങ്ങനെ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഇഷ്ടംപോലെ സമയമുണ്ടെങ്കിൽ ടിക്കി നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഞാൻ പക്ഷേ ബർഗർ പാറ്റീസായിട്ട് ഇവിടെ ടിക്കിയാണ് യൂസ് ചെയ്തേക്കണേ. അത് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 5 മിനിറ്റ്സ് വൺ സൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന പോലെ ഒരു ഫ്ലിപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നെക്സ്റ്റ് 5 മിനിറ്റ്സ് നമ്മൾ ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി എയർ ഫ്രയറിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കും. പിന്നെ നമ്മൾ ബർഗർ ബൺ കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. എനിക്കിവിടെ പാവേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ നടുവിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഹോം മെയ്ഡ് മയണൈസ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് വീട്ടിൽ. അത് രണ്ട് സൈഡിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി അനുസരിച്ച്. ഞാൻ മാക്സിമം സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാറ്റിയും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയേനെ. രണ്ട് സൈഡും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് വേണ്ട തിക്നെസ് അനുസരിച്ച്. അതിനകത്തേക്ക് പിന്നെ നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ വേണ്ടേ അതൊക്കെ വയ്ക്കാം. ഇതെൻ്റെ പാവായതുകൊണ്ട് തന്നെ പാവിനൊരു കട്ടി, അതുകൊണ്ട് ഞാൻ കുക്കുംബറും തക്കാളിയും മാത്രം വെച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ലെറ്റ്യൂസ് സവാളയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അത്രയും കൂടുതൽ ഹെൽത്തി ആവുകയുള്ളൂ. നോർമലി ഞാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാ വെജിറ്റബിൾസും വയ്ക്കും, പക്ഷെ അപ്പോൾ ബർഗർ ബൺ ആയതുകൊണ്ട് കൂടുതൽ സാധനങ്ങളുടെ ഉള്ളിൽ കയറിയിരിക്കുമല്ലോ. ഇത് പാവായതുകൊണ്ട് അത്രയും സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഹോം മെയ്ഡ് മയണൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 200 ഗ്രാമിൻ്റെ ഒരു പനീർ കട്ടി, അത് 200 ഗ്രാമിൻ്റെ ക്യൂബ്സ് ആയാലും കുഴപ്പമില്ല, അതെടുക്കുക. പിന്നെ നമ്മുടെ യോഗേർട്ടില്ലേ, അതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു 35 ഗ്രാം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എനിക്കറിയില്ല. നമ്മുടെ ഈ എപ്പിഗാമിയുടെ ഒരു കുഞ്ഞൊരു ഇത് കിട്ടില്ലേ, അത് ആ ഒരു യോഗേർട്ട് ഫ്ലേവർലെസ് ഇട്ടാവും. അതും 5 കാഷ്യൂനട്ട്, 5 അല്ലി വെളുത്തുള്ളി, ലേശം കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ല പോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോം മെയ്ഡ് മയണൈസ് നമുക്ക് കിട്ടും. പനീറൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രോട്ടീനാണ് പനീർ, കാഷ്യൂ, ഇതൊക്കെ നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. മുട്ട വെച്ചുണ്ടാക്കുന്ന മയണൈസ് നല്ലതല്ല കേട്ടോ പറയുന്നത്, പക്ഷേ ഇതും നല്ലതാണ്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഇഷ്ടപ്പെടും. പിന്നെ എന്താ പറയുക, ഇത് ഈ ഒരു മയണൈസ് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ 5 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിലിരിക്കും. പിന്നെ ഇത് ഫ്രീസറിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ 3 മാസത്തോളം ഇരിക്കും. പക്ഷെ ഫ്രീസറിൽ വെക്കുന്ന റെക്കമെൻഡ് ചെയ്യില്ല, കാരണം പനീർ ആയതുകൊണ്ട് തന്നെ കുറച്ച് നാളിരുന്ന് കഴിയുമ്പം ക്രംബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ടേസ്റ്റ് ഒന്നും പോവില്ല, സാധനം ചീത്തയാവില്ല, പക്ഷെ ക്രംബിളാവും പനീർ ആയതുകൊണ്ട്. അതുകൊണ്ട് വേണ്ടത്ര ഉണ്ടാക്കി എടുത്താൽ മതി. അതായത് ഇവിടെ ഞാൻ 10 ബർഗർ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് മയണൈസിൻ്റെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടണേ. അപ്പോൾ ഇതല്ലേ കുക്ക് ചെയ്തെടുത്ത പാറ്റിയും ഇതിനകത്ത് വെച്ചു, ഒരു ടൂത്ത് പിക്കും വെച്ച് ഉറപ്പിച്ച് വെച്ചു. നമ്മുടെ തട്ടിക്കൂട്ട് ബർഗർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അച്ഛനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. അച്ഛൻ കുഴപ്പമില്ല. പിന്നെ അച്ഛൻ എക്സ്പ്രഷൻ നോക്കണ്ട, എന്ത് കൊടുക്കുമ്പോൾ അച്ഛൻ ഇതേ എക്സ്പ്രഷൻ തന്നെയാണ്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഭയങ്കര സൂപ്പർ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കൊള്ളാം. നമുക്ക് വിശന്നിരിക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നും തോന്നില്ല, നല്ലോണം കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ബൈ ബൈ.